നാം ചിലപ്പോൾ തളർന്നു പോകും. എനിക്കിനി മുമ്പിലേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് നാം ചിന്തിച്ചു. നാം ചിലപ്പോൾ വിചാരിക്കും, ഞാൻ വിട്ടുകളയട്ടെ, എനിക്കിത് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ മുറുകെ പിടിച്ചുകൊള്ളുക, ഇതാ ഞാൻ വേഗം വരുന്നു. അയ്യോ കർത്താവേ, എനിക്കിത് പിടിക്കുവാൻ കഴിയുകയില്ല, ഈ രക്ഷയെ പിടിക്കുവാൻ കഴിയുകയില്ല, ഈ അഭിഷേകത്തെ പിടിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, ഈ ദൈവവിളിയെ എനിക്ക് പിടിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അയ്യോ എനിക്ക് പണ്ട് ദൈവവുമായി വലിയ ബന്ധത്തിലായിരുന്നു, ഞാനൊരു ആദ്യ സ്നേഹത്തിലായിരുന്നു, ദൈവം എന്നോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു, ഞാൻ ധാരാളം പ്രാർത്ഥിക്കുകയും ധാരാളം വേദപുസ്തകം വായിക്കുകയും ഈ യേശുവിനെ കുറിച്ച് ഞാൻ അനേകരോട് പറയുവാൻ എനിക്ക് വലിയ ആഗ്രഹവും വലിയ ആവേശവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇത് തണുത്തുപോയി എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം. അയ്യോ, ഞാൻ പലപ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനാകുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങൾ എനിക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്ക്. നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തൻ ആകുന്നു. നാം അവിശ്വസ്തരായി തീരുമ്പോഴും, നാം ഭാരപ്പെടുമ്പോഴും, നാം പിന്മാറിപ്പോകുമ്പോഴും അവൻ വിശ്വസ്തനായി തീരുന്നു. 1990 89 മുതൽ 90 പിന്നെയുള്ള ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും വലിയ പകർച്ചയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിച്ച് ദൈവത്തിൻ്റെ വേലയിൽ നാം വിചാരിക്കാത്ത നനയ്ക്കാത്ത വഴികളിലൊക്കെ പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അനേക ജീവിതങ്ങൾ സൗഖ്യമായി, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടു, അനേക ജീവിതങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നു, അനേകർ ദൈവത്തിൻ്റെ വേലക്കാരായി തീർന്നു, അനേകർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടന്നു വന്നു, അനേകർ ദൈവത്തിൻ്റെ വലിയ അഭിഷേകമുള്ള ശുശ്രൂഷകൾക്ക് ആരംഭം കൊടുപ്പാൻ തക്കവണ്ണം സഹായിച്ചു, അനേകർ മിഷണറിമാരായി കടന്നുപോയി, അനേകർ സ്വയമായി ചില ശുശ്രൂഷകൾ തുടങ്ങി, അതിനവർ നേതൃത്വം കൊടുത്തു. എന്നാൽ 98 99 കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ വലിയ ഭാരങ്ങളും വലിയ പൈശാചിക പോരാട്ടങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, കൂടെ നിന്ന് എല്ലാവരും മാറുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന പലതും നഷ്ടത്തിൽ ആയപ്പോൾ, പലതും എൻ്റെ കരങ്ങളിലല്ല എന്നെനിക്ക് അനുഭവിപ്പാൻ ഇടയായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, എനിക്കിത് ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ 10 വർഷം അങ്ങേ സേവിച്ചു, പിന്നെ ഞാൻ ജോലി രാജിവെച്ച് അങ്ങേ പൂർണ്ണസമയ ശുശ്രൂഷ ചെയ്യുവാനായി ഞാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് താങ്ങുവാൻ കഴിയാത്ത ഈ പോരാട്ടങ്ങളുടെ മധ്യേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നെ ആശ്വസിപ്പിക്കുവാനോ ധൈര്യപ്പെടുത്തുവാനോ അധികം ആരുമില്ലാതെ, കൂടെ നിൽപ്പാൻ അധികം ആരുമില്ലാതെ ഒക്കെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സ്ഥലം വാങ്ങുവാനായി അഡ്വാൻസ് കൊടുത്ത് ഇത് വാങ്ങുവാനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായ ഭാരങ്ങളുടെ മധ്യേ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എനിക്കിനി ഇത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നോടൊപ്പം അന്ന് വിട്ടുമാറിപ്പോകാത്ത 3 പേർ മാത്രമേ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് റോബിൻസൺ അങ്കിൾ, ഒന്ന് നമ്മുടെ ഇപ്പോൾ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ അജി ജസ്റ്റിസ്, പിന്നെ എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന സെൽവരാജ് ബ്രദർ. ഈ 3 പേരും ഞാനും മാത്രം ഞങ്ങളൊരു മുറിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെയാണ് ഇനി മുമ്പിലേക്ക് പോകേണ്ടത്, എങ്ങനെ നിർത്തിക്കളയും. പക്ഷെ നിർത്താതിരിക്കാനും കഴിയുകയില്ല. ഇങ്ങനെ പറയുകയാണ്, എൻ്റെ വചനത്തെ നിന്റെ വായിൽ നിന്ന് എടുക്കുകയില്ല, നിന്റെ തലമുറ സന്തതിയുടെ വായിൽ നിന്ന് എടുക്കുകയില്ല, നിന്റെ സന്തതിയുടെ വായിൽ നിന്ന് ഞാൻ എടുക്കുകയില്ല എന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു ചെറുതായ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ശരിയെന്ന് പറയുവാൻ ബലമില്ല. സെൽവരാജ് ബ്രദർ അദ്ദേഹത്തെ കൊണ്ടുപോയാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ സഹോദരൻ ഇവിടെ വന്നത് നിന്നോട് പറയുവാൻ വേണ്ടിയിട്ടാണ്. നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നീ പറഞ്ഞ അന്യഭാഷയും നിന്നോട് എനിക്ക് പറയുവാനുള്ളതാണ്. എൻ്റെ വചനത്തെ നിന്റെ വായിൽ നിന്ന് ഞാൻ എടുക്കുകയില്ല, നിന്റെ സന്തതിയുടെ മേൽ നിന്ന് ഞാൻ എടുക്കുകയില്ല, നിന്റെ സന്തതിയുടെ മേൽ നിന്ന് ഞാൻ എടുക്കുകയില്ല എന്ന് വാഗ്ദത്തങ്ങളിൽ വിളിച്ച വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഹല്ലേലൂയ, അവൻ എൻ്റെ വായിൽ നിന്ന് പിന്നെ ദൈവത്തിൻ്റെ വചനത്തെ എടുത്തു കളയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
തുണയായി നിന്ന് ശത്രുവാകുന്ന പിശാചിന്, സാഹചര്യങ്ങള്, ലോക മനുഷ്യരെ, അവിശ്വാസികള് ഒന്നും സമ്മതിക്കാതെ അവൻ കോട്ട പോലെ നിന്ന് നമ്മെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് അവൻ പറഞ്ഞാൽ അവൻ വിശ്വസ്തനായി. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായാൽ, നാം തളർന്നു പോയാൽ, നാം പിന്മാറിപ്പോയാൽ, നാം നിരാശപ്പെട്ടു പോയാൽ, അയ്യോ കർത്താവേ എനിക്ക് കഴിയുകയില്ല, ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമേ എന്ന് നാം പറഞ്ഞാലും അതെ അവൻ വിശ്വസ്തനാകുന്നു. നാം വിശ്വസ്തനായാൽ, അവിശ്വസ്തനായാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നമ്മൾ അവന്റെ സ്വഭാവത്തെ അവന് മാറ്റുവാൻ കഴിയുകയില്ല എന്ന് വേദപുസ്തകം പറയുന്നു. സങ്കീർത്തനങ്ങൾ 119:90 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. ഹല്ലേലൂയ. It is everlasting and his faithfulness is from generation to generation. അവന്റെ വിശ്വസ്തത അത് ഒരു തലമുറയുടെ മേലല്ല, അത് മക്കളുടെ മേൽ, മക്കളുടെ മേൽ, അത് 1000 തലമുറയോളം അവൻ വിശ്വസ്തനായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യെശയ്യാവ് 59:21 ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ നിന്ന് ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളെ വിളിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം നിങ്ങളെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്. നാം തളരുമ്പോഴും, നാം അവിശ്വസ്തരാകുമ്പോഴും, നാം ഭാരപ്പെടുമ്പോഴും, നാം വിളിയിൽ നിന്ന് മാറിക്കളയുമ്പോഴും, വിളിയെ മറന്നു പോകുമ്പോഴും, എനിക്ക് കഴിയുകയില്ല എന്ന് പറയുമ്പോഴും, അവിശ്വസ്തരാകുമ്പോഴും അവൻ വിശ്വസ്തനായി. അതെ, നിങ്ങളുടെ വായിൽ നിന്ന് അവൻ്റെ ആത്മാവിന്, നിങ്ങളുടെ മേൽ നിന്ന് അവൻ്റെ ആത്മാവിനെ എടുക്കുകയില്ല, വചനത്തെ എടുക്കുകയില്ല, നിങ്ങളുടെ മക്കളുടെ മേൽ നിന്ന് എടുക്കുകയില്ല, നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരിക്കലും എടുക്കുകയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അതേ സഹോദര, അതേ സഹോദരി, അവന്റെ വിശ്വസ്തത തലമുറയായിരിക്കുന്നു. സങ്കീർത്തനം 89:33 അവന്റെ വിശ്വസ്തത, ഹല്ലേലൂയ, ഒരിക്കലും ഭംഗം വരികയില്ല. ഇറ്റ് ഈസ് അൺഫെയിലിംഗ് എന്ന് വേദപുസ്തകം പറയുന്നു. ഒരിക്കലും മാറുകയില്ല, ഒരിക്കലും അവിശ്വസ്തയെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. റോമർ 11:27 വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മുടെ മേൽ പകരുന്ന ആത്മാവും ദൈവം നമ്മെ വിളിച്ച വിളിയും അതിനെക്കുറിച്ച് ദൈവം ഒരിക്കലും അനുതപിക്കുന്നില്ല എന്ന് റോമർ 11:29. 1 കൊരിന്ത്യർ 10:13 ദൈവം വിശ്വസ്തനാകുന്നു. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിങ്ങൾക്ക് കഴിയുന്നതിന് മേതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാകുന്നു. മനുഷ്യർക്ക് നടപ്പാകാത്ത പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ അവൻ സമ്മതിക്കയില്ല. ദൈവം വിശ്വസ്തൻ. പരീക്ഷയോടുകൂടെ പരീക്ഷയെ അതിജീവിക്കുവാൻ അവൻ നീക്കുപോക്കും ഉണ്ടാക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ? ഒരു പരീക്ഷയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ? അയ്യോ, ഈ പരീക്ഷ എനിക്ക് സഹിപ്പാൻ കഴിയുകയില്ല, ഈ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടു പോകും, ഈ പരീക്ഷയിൽ ഞാൻ തളർന്നു പോകും, എനിക്ക് മുമ്പിലേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവം വിശ്വസ്തൻ. അവൻ പരീക്ഷയോടുകൂടെ അവൻ നീക്കുപോക്കും കൽപ്പിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. ഈ പരീക്ഷയിൽ അവനൊരു നീക്കുപോക്ക് കൽപ്പിക്കും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പരീക്ഷയിൽ, ഒരു വിശ്വാസ പരിശോധനയിൽ ഒരു നീക്കുപോക്ക് കൽപ്പിക്കും. നിങ്ങളുടെ ഭവനത്തിൽ നടക്കുന്ന പരീക്ഷയിൽ, ഭവനത്തിലുള്ള പൈശാചിക പോരാട്ടത്തിൽ അതേ അവൻ വിശ്വസ്തനായതുകൊണ്ട് അവനൊരു നീക്കുപോക്ക് കൽപ്പിക്കും. ഈ പരീക്ഷ അവസാനമല്ല, ഈ പ്രശ്നം അവസാനമല്ല, ഈ ഭാരം അവസാനമല്ല, ഈ പൈശാചിക പോരാട്ടം അവസാനമല്ല, ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഈ പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം അവൻ വിശ്വസ്തൻ എന്ന് വേദപുസ്തകം പറയുന്നു. വീണ്ടും ജീവിതത്തിൽ ശത്രുവാകുന്ന പിശാചിൻ്റെ കഠിനമായ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 2000 വർഷത്തിൽ വീണ്ടും ഞാൻ വിചാരിച്ചു, എനിക്കിനി അധികമൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം.
ഒരുപക്ഷെ കത്തുകൾക്ക് മറുപടി അയക്കാം, ഒരുപക്ഷെ ടെലിഫോണിൽ പ്രാർത്ഥിക്കാം, ഒരുപക്ഷെ എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് യേശുവിനെ കുറിച്ച് പറയാം എന്നൊക്കെ ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുന്ന ദൈവം, നാം തളരുമ്പോഴും അതേ പരീക്ഷയെ മാറ്റുന്ന ദൈവം, പരീക്ഷയ്ക്ക് വഴികൾ തുറക്കുന്ന ദൈവം, പരീക്ഷ സഹിപ്പാൻ ബലം തരുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ വിശ്വസ്തൻ എന്ന് വേദപുസ്തകം പറയുന്നു. മനുഷ്യർക്ക് നടപ്പെട്ടില്ലാത്ത പരീക്ഷ കർത്താവായ യേശു ക്രിസ്തു സഹിച്ച വേദനയേക്കാൾ അധികം വേദന ഒരിക്കലും ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങളിലും സഹിക്കേണ്ടതായി വന്നിട്ടില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നതുമായ കർത്താവായ യേശുവിനെ നോക്കുവിൻ എന്ന് വേദപുസ്തകം പറയുന്നു. അവൻ പാപികളാൽ തനിക്ക് നേരിട്ട ഭാരങ്ങളെ അവൻ എങ്ങനെ സഹിഷ്ണുതയോടുകൂടെ അവൻ സഹിച്ചു എന്നുള്ളതിനെ ഓർത്ത് നിങ്ങൾ ഈ രക്ഷാനായകനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അല്പം ധൈര്യം കുറേശ്ശെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരികയാണ്. അപ്പോൾ ഞാൻ പിശാചിനോട് പറഞ്ഞു, പിശാച് ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും നീ തകർത്ത് കളഞ്ഞാലും എനിക്ക് ഒരു കാര്യം ചെയ്യുവാനായിട്ട് കഴിയും. എനിക്ക് ടെലിഫോണിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും, എനിക്ക് കത്തുകൾക്ക് മറുപടി അയപ്പാനായിട്ട് കഴിയും, എൻ്റെ അടുക്കൽ വരുന്നവർക്കായി പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. എല്ലാവരും പോയാലും എനിക്കത് തനിയെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് അങ്കിൾ ദിനകരനെ ഒന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വന്ന് ഒരിക്കൽ കൂടി എനിക്ക് ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ വേലയിൽ എനിക്ക് ചെയ്യുവാൻ എനിക്ക് ദൈവം ബലം തരുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് അദ്ദേഹത്തെ ഞാൻ ടെലിഫോണിൽ ബന്ധപ്പെടുവാനായിട്ട് പല ദിവസങ്ങൾ ശ്രമിച്ചു. സാധാരണയായി ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചാൽ അപ്പോൾ ഫോണിൽ കിട്ടിയില്ല എങ്കിലും അദ്ദേഹത്തിന് എന്നെ അധികം സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് അനേകം ദൈവവേലക്കാരോട് അദ്ദേഹത്തിന് അധികം സ്നേഹമുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ചില നിമിഷങ്ങൾക്കകം എന്നെ തിരിച്ചു വിളിക്കുക പതിവാണ്. എന്നാൽ അന്ന് വിളിച്ചില്ല. അടുത്ത ദിവസം ഞാൻ വീണ്ടും ശ്രമിച്ചു, അന്നും വിളിച്ചില്ല. അതിനടുത്ത ദിവസം വീണ്ടും ഞാൻ വിളിച്ചു, അന്നും വിളിച്ചില്ല. പല ദിവസങ്ങൾ വിളിക്കാതെ ആയപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വരികയാണ്, ഒരുപക്ഷെ ദൈവവും എന്നെ വിട്ടുകളഞ്ഞുവോ? അങ്കിളിനെ വിളിച്ച് എനിക്കൊന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, അദ്ദേഹം ദൈവത്തിൻ്റെ ചില ആലോചനകൾ പറയുമായിരുന്നു. ഈ പ്രശ്നത്തെയും പ്രതികൂലത്തെയും അതിജീവിച്ച് എനിക്ക് എങ്ങനെ മുമ്പിലേക്ക് പോകുവാനായിട്ട് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം ഒരു വലിയ പ്രവാചകനെ കാണുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ശ്രീലങ്കയിൽ വന്ന ഒരു പ്രവാചകനെ കാണുവാനായിട്ട് ഇന്ന് നിങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ അജിയും ഞാനുമായിട്ട് അദ്ദേഹം താമസിക്കുന്ന ഒരു ഹോട്ടൽ മുറിയിലേക്ക് കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്നത് വലിയ ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയെ എനിക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ പരീക്ഷയെ അതിജീവിക്കുവാനായി ദൈവം നീക്കുപോക്ക് കൽപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷകളെ അതിജീവിക്കുവാനായി ദൈവം കൂടെ വന്ന് ദൈവം അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കും. He will open a way where there is no way. ഒരു വഴിയില്ലാത്ത സ്ഥലത്ത് അവനൊരു വഴിയെ തുറക്കും. ചെങ്കടലിൽ അവനൊരു വഴിയെ തുറക്കും. താമ്രങ്ങളെ ഖണ്ഡിപ്പിച്ച് ഇരുമ്പ് വാതിലുകളെ തകർത്ത് അവൻ വഴിയില്ലാത്ത സ്ഥലത്ത് അവൻ വഴി തുറക്കും. എൻ്റെ ഹൃദയത്തിൽ അനേകം ചിന്തകൾ വരികയാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ പരീക്ഷകൾ വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുന്നു? എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ആണോ? ഒരുപക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ വചനം ശരിക്കും അറിയാൻ വയ്യാത്തത് കൊണ്ടാണോ? അതോ ഞാൻ ദൈവത്തിൻ്റെ ആലോചനയിൽ ഞാൻ മുമ്പിലേക്ക് പോകാത്തത് കൊണ്ടാണോ? അനേകം ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലോകപരമായ മാനുഷികമായ ജഡികമായ ചിന്തകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ വരികയാണ്. ആ പ്രവാചകനായ ആ മനുഷ്യൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, മുറി അടയ്ക്ക്. എന്നെ ആരെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല, എന്ത് സംസാരിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ല, എന്ത് പ്രശ്നവുമായി അദ്ദേഹത്തോട് വന്നിട്ടൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ദേവദാസന്മാരെ ഇരുത്ത്, മുറി അടയ്ക്ക്, ഇതൊരു മനുഷ്യൻ്റെ പ്രശ്നമല്ല, ഇതൊരു ശുശ്രൂഷയുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം ഒരു കാര്യം എന്നോട് ചോദിച്ചു, നിനക്ക് ശുശ്രൂഷ വേണമോ അതോ ഈ ലോകത്തിലെ കാര്യങ്ങൾ വേണമോ? പാസ്റ്റർ അജി എൻ്റെ അടുക്കൽ ഇരിപ്പുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അജി എന്തു പറയുന്നു എന്ന് അറിയുവാനായി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അജിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. അജിക്ക് സംസാരിക്കാൻ ബലമില്ലാതിരിക്കുന്നു. അത്രയും ബലമില്ലാതെ ഞാൻ ഇരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. എനിക്ക് കർത്താവിനെ വേണമോ എനിക്ക് ലോകത്തിന് വേണമോ? ദൈവത്തിൻ്റെ വിളിയിൽ നിൽക്കണമോ? ദൈവത്തിൻ്റെ വിളിയിൽ ഞാൻ മുമ്പിലേക്ക് പോകണമോ? ആ കർത്താവിൻ്റെ വേലയിൽ ഞാൻ മുമ്പിലേക്ക് പോകണമോ? അതോ ഈ ലോകപരമായ കാര്യത്തിൽ ഞാൻ തളർന്ന് നിരാശപ്പെട്ടിരിക്കണമോ? അറിയാതെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്ന് ഞാൻ പറഞ്ഞു, ഐ വിൽ ഡു ദ മിനിസ്ട്രി, ഞാൻ ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രോഫറ്റിക്കായിട്ട് ഈ ശുശ്രൂഷയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അന്ന് പൈശാചിക പോരാട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സാക്ഷ്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് ദൈവം എങ്ങനെ 24 വയസ്സ് മുതൽ, അന്ന് അദ്ദേഹത്തിന് 58 വയസ്സുണ്ടായിരുന്നു, 58 വയസ്സ് വരെ അദ്ദേഹത്തിന് എങ്ങനെ ദൈവം അത്ഭുതകരമായി നടത്തി എന്ന് അദ്ദേഹം സാക്ഷ്യമായി പറഞ്ഞ് പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, എൻ്റെ വിശ്വാസത്തിൽ ഒരു ചെറിയ ഉയർച്ചയോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പരീക്ഷ കണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുവോ? പൈശാചിക പോരാട്ടങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുവോ? അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇതെന്തിന് സംഭവിച്ചു, എനിക്കത് കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്നാൽ ദൈവം വിശ്വസ്തൻ. അവൻ പരീക്ഷകളിൽ അവൻ നീക്കുപോക്കും കൽപ്പിക്കുന്ന ദൈവമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. സങ്കീർത്തനം 89:2 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിന്റെ വിശ്വസ്തത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. വീണ്ടും ലെമന്റേഷൻസ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ്റെ വിശ്വസ്തത അത് വലിയത് ആകുന്നു. ഇറ്റ് ഈസ് ഗ്രേറ്റ്. സങ്കീർത്തനങ്ങൾ 33:3 അവൻ്റെ നീതിയും ന്യായവും, ഹല്ലേലൂയ, അവൻ്റെ വിശ്വസ്തതയും കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. സങ്കീർത്തനം 89:8 അവൻ വിശ്വസ്തത കൊണ്ട് അവൻ മൂടിയിരിക്കുന്നു, അവൻ ചുറ്റിയിരിക്കുന്നു. വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഹി ഈസ് ക്ലോത്ത്ഡ് വിത്ത് ഫെയ്ത്ത്ഫുൾനെസ്. അവൻ വിശ്വസ്തൻ തന്നെ. ഹല്ലേലൂയ. കാരണം സങ്കീർത്തനം 33:4 അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. അവൻ്റെ വിശ്വസ്തത അവൻ്റെ വചനത്തിലും അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ വാഗ്ദത്തങ്ങളിലും വെളിപ്പെടുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. വെളിപാട് പുസ്തകം 21:5 ദൈവത്തിൻ്റെ വിശ്വസ്തത, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ദൈവവചനം, അതിൽ അവൻ്റെ വിശ്വസ്തത വെളിപ്പെടുന്നു. 2 കൊരിന്ത്യർ 1:18 വചനം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം സാക്ഷി. അവൻ്റെ വചനം ഒരിക്കൽ, ഹല്ലേലൂയ, ഒരിക്കൽ ഉവ്വ് എന്നും പിന്നെ ഒരിക്കൽ അല്ല എന്നും ഇല്ല എന്നും ആയിരുന്നില്ല. അത് എപ്പോഴും ഉവ്വ് ഉവ്വ് എന്നായിരുന്നു. അതിന് ദൈവം, വിശ്വസ്തനായ ദൈവം സാക്ഷി. 2 രാജാക്കന്മാർ 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ വീണ്ടും വേദപുസ്തകം പറയുന്നു, ദൈവം പറഞ്ഞ വചനത്തെ ദൈവം നിവർത്തിയാക്കി. വാട്ട് ഹി പ്രോമിസ്, അവൻ എന്ത് പറഞ്ഞോ അവനത് ചെയ്തു. വീണ്ടും ഞാൻ ചില സമയങ്ങൾ തളർന്നു പോകുന്ന, ഭാരപ്പെടുന്ന സമയങ്ങൾ, 2000 വർഷത്തിൽ വീണ്ടും ഞാൻ അങ്കിൾ ദിനകരനെ വീണ്ടും ഞാൻ കാണുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, തമ്പി, സൂര്യ TV-യിൽ ജീസസ് കോൾസിൻ്റെ പ്രോഗ്രാം നമ്മൾ തുടങ്ങുകയാണ്. അതുകൊണ്ട് നീ നാളെ ഇവിടെ വന്ന് എന്നോടൊപ്പം നിന്ന് ഈ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയണമെന്നുണ്ട്, എനിക്ക് കഴിയുകയില്ല, എനിക്ക് വരാൻ കഴിയുകയില്ല, എനിക്ക് പ്രസംഗിപ്പാൻ കഴിയുകയില്ല, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുകയില്ല, എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല, എനിക്ക് വന്ന് അങ്കിളിനെ സഹായിപ്പാനുള്ള ബലമില്ല എന്നെനിക്ക് ഉറക്കെ പറയണമെന്നുണ്ട്. പക്ഷേ എന്തോ എന്നെ തടഞ്ഞു. അദ്ദേഹം വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. സൂര്യ TV-യിൽ നമുക്ക് ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്, ദൈവം അത്ഭുതകരമായിട്ട് കിട്ടിയതാണ്, അതുകൊണ്ട് നീ വരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് ഫോൺ വെച്ചു. എനിക്ക് കഴിയുകയില്ല എന്ന് പറയണം എന്ന് ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഫോൺ വെച്ചു. ഇവിടെ നിന്ന് പിന്നെ ഞാൻ യാത്ര ചെയ്തെത്തിയാൽ ഞാൻ ആ സ്ഥലത്ത് എത്തത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു. അവർ പറഞ്ഞു, ദയവായി വിമാനത്തിൽ യാത്ര ചെയ്ത് വരിക, പ്ലെയിനിൽ യാത്ര ചെയ്ത് വരിക, രാവിലെ ഞങ്ങൾ എയർപോർട്ടിൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പെട്ടി പാക്ക് ചെയ്യുവാൻ
പെട്ടി എടുക്കുവാനൊന്നും എനിക്ക് ബലമില്ല എന്ന് ഞാൻ ഇന്നലെയും ഞാൻ ഓർത്തു. എന്നാൽ നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ബലം തികഞ്ഞു വരും എന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ എൻ്റെ ബ്രീഫ് കേസ് എടുത്ത് ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി. ഞാൻ അതിനകത്ത് സാധനങ്ങൾ വയ്ക്കുന്ന ലഗേജ് വയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ വയ്ക്കുമ്പോൾ ആരോ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമായ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ. ഇന്ന് നീ ജീസസ് കോൾസിൻ്റെ സൂര്യ TV-യുടെ പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ലേഷൻ നീ പോകുന്നുവെങ്കിൽ ചില കാലങ്ങൾ കഴിയുമ്പോൾ നിനക്ക് ലോകം മുഴുവൻ പ്രസംഗിക്കുന്ന ഒരു വാതിൽ ഞാൻ തുറക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയുകയാണ്, ഒരു പ്രസംഗവും പ്രസംഗിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ബലഹീനനായിരിക്കുമ്പോൾ, ഒന്നും ചെയ്യുവാൻ മുമ്പിലേക്ക് പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ലോകം മുഴുവൻ എങ്ങനെ പ്രസംഗിക്കും? എന്നാൽ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. 2000-ൽ യേശു വിളിക്കുന്ന ശുശ്രൂഷയുടെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഞാൻ പോയി. അതിൻ്റെ ട്രാൻസ്ലേഷനും മറ്റു കാര്യങ്ങളും അനൗൺസ്മെൻറ്റ്സും ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയ അതിനൊന്നും ഒരുക്കമില്ലാതെ ഞാൻ പോയെങ്കിലും ദൈവം ഒരുക്കമുള്ളവനായിരുന്നു കൊണ്ട് ദൈവം എന്നെ ബലപ്പെടുത്തി നിർത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ചിന്തിച്ചു, എൻ്റെ മുഖവും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ ബലഹീനമായിരിക്കും. എന്നാൽ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ബലം ഞാനതിൽ കണ്ടു. എന്നാൽ 2002-ൽ ഹല്ലേലൂയ അതേ സൂര്യ TV-യിൽ ചെന്നൈയിൽ പാസ്റ്റർ അജി ജസ്റ്റിസും ഞാനുമായിട്ട് കടന്നുപോയി. നമ്മുടെ ഹല്ലേലൂയ ഹോപ്പ് ഇൻ ജീസസിൻ്റെ ഒരു TV പ്രോഗ്രാം ആരംഭിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത ലോകം മുഴുവൻ സുവിശേഷം പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് പറഞ്ഞതുപോലെ 2000-ൽ പറഞ്ഞതിനെ ചെയ്തീർപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ മാത്രമല്ല തലമുറയായി ദൈവം വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ ഹി ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യ ദൈവമെന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് അവൻ നിയമവും ദയയും പാലിക്കുന്നു. ഹി കീപ്സ് ദ കവനന്റ്. അവൻ കവനന്റ് പാലിക്കുന്നതിൽ, അവൻ്റെ നിയമം പാലിക്കുന്നതിൽ, അവൻ്റെ നിയമങ്ങളെ പാലിക്കുന്നതിൽ അവൻ വിശ്വസ്തൻ എന്ന് വേദപുസ്തകം പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ പിന്മാറിയോ? നിങ്ങൾ തളർന്നോ? നിങ്ങൾ നിരാശപ്പെട്ടോ? നിങ്ങൾക്ക് തെറ്റിപ്പോയോ? നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ലയോ? നിങ്ങൾ വിചാരിച്ചോ ലോകത്തിലെ താങ്ങുകൾ നിങ്ങളെ സഹായിക്കുമെന്ന്? നിങ്ങൾ ചിന്തിച്ചോ ദൈവം നിങ്ങളെ കൈവിട്ട് കളയുമെന്ന്? നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ അവസാനമാണെന്ന്? ഇല്ല. അവൻ നിയമം പാലിക്കുന്നതിൽ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ കീപ്പിംഗ് ഹിസ് കവനന്റ്. മനസ്സിലായെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. അവൻ നിയമം പാലിക്കുന്നതിൽ വിശ്വസ്തൻ. അവൻ പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവം. അവൻ തൻ്റെ നിയമത്തെ, അവൻ്റെ ദയയെ, അവൻ്റെ വിശ്വസ്തതയെ അവൻ തലമുറയോളം അവൻ വിശ്വസ്തനായിരിക്കുന്നു. അവൻ നിന്റെ വായിൽ നെടുകയില്ല, നിന്റെ മക്കളുടെ വായിൽ നെടുകയില്ല, നിന്റെ മക്കളുടെ വായിൽ നിന്നും അവൻ ദൈവവചനത്തെ എടുക്കയില്ല. അവൻ്റെ ആത്മാവിനെ അവൻ മാറ്റുകയുമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. Thank you, Jesus. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. എനിക്കായി കരുതും യേശു നല്ലയോ ഹരി. എനിക്കായി കരുതും യേശു നല്ലയോ ഹരി.
നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഓരോ മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കോ ഓരോ മാറ്റമില്ല. എനിക്കായി നമുക്കായി കരുതുന്നു യേശു. യേശു നല്ലയോ ഹരി, നമുക്കായി കരുതും. നമുക്കായി കരുതും യേശു നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരേശു തുടയ്ക്കും. പറയാമോ? എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരേശു തുടയ്ക്കും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വഴിയൊരുക്കും അവൻ ആഴികളിൽ. വല കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നമുക്കായി കരുതും യേശു നല്ലയോ ഹരി. യേശു നല്ലയോ ഹരി. എല്ലാവരും നെഞ്ചിൽ കരം വെച്ച് പറയുമ്പോൾ നമുക്കായി കരുതും യേശു നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീർ യേശു തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീർ യേശു തുടയ്ക്കും. വീണ്ടും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് അവൻ ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസ്തൻ എന്ന് പരിശോധിക്കാം. 1 യോഹന്നാൻ 1:9 നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തൻ ആകുന്നു. നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാകുന്നു. പിന്മാറിയാൽ, തളർന്നാൽ, പാപത്തിലായിപ്പോയാൽ, അവിശ്വാസത്തിലായിപ്പോയാൽ, വിശ്വാസത്തിൽ നിന്ന് ജനിക്കാത്തതൊക്കെയും പാപമാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സകല അനീതിയെയും പോക്കി സകല പാപത്തെയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ പാപത്തിലായിപ്പോയോ? നിങ്ങൾ പിന്മാറിപ്പോയോ? നിങ്ങൾ തളർന്നു പോയോ? നിങ്ങൾ ജഡികമായി ചിന്തിച്ചോ? നിങ്ങൾ നിരാശപ്പെട്ടോ? ലോക മനുഷ്യരെ നോക്കിയോ? മതസംഘടനകളെ നോക്കി നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കുവാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെട്ട് പിന്മാറിപ്പോയെങ്കിൽ സകല അനീതിയും പോക്കി
ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാകുന്നു. കാരണം എബ്രായർ 2:17 വേദപുസ്തകം പറയുന്നു, ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്. അവൻ വിശ്വസ്ത മഹാപുരോഹിതനാകുന്നു. അവൻ വിശ്വസ്ത മഹാപുരോഹിതനായതുകൊണ്ട് അവൻ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന ദൈവം ഒരുവൻ, മധ്യസ്ഥൻ ഒരുവൻ, നമുക്കായി മറുവിലയായ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുറവുകൾക്കായി, നമ്മുടെ അവിശ്വാസങ്ങൾക്കായി അവൻ ഇന്നും മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. സദാ അവൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് അവർ ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്. യേശുവിന്റെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ എന്നെയും നിങ്ങളെയും ശത്രുവാകുന്ന പിശാച് പിന്മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ, ലോക മനുഷ്യരെ പോലെ സാധാരണമായി ചിന്തിക്കുവാൻ പിശാച് പ്രേരിപ്പിക്കുമ്പോൾ, നമ്മുടെ ജഡം പ്രേരിപ്പിക്കുമ്പോൾ, ലോകം പ്രേരിപ്പിക്കുമ്പോൾ, യേശു നമുക്ക് വേണ്ടി വിശ്വസ്ത മഹാപുരോഹിതനായി അവൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിപ്പാൻ, നിങ്ങളുടെ ആത്മീകമായിരിക്കുന്ന പിന്മാറ്റ അവസ്ഥയിൽ നിന്ന്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിപ്പാൻ യേശു മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട്, അവന്റെ വിളിയിൽ അവൻ അനുദപിക്കാത്തത് കൊണ്ട് നിങ്ങളെ പിന്മാറുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കയില്ല. വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 29-ാം വാക്യം, സങ്കീർത്തനം 75:7 ഈ ഭാഗങ്ങളിൽ വേദപുസ്തകം പറയുന്നു, അവൻ ന്യായം വിധിക്കുന്നതിൽ വിശ്വസ്തനാകുന്നു. He is faithful in his judgment. കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വീണ്ടും മധ്യാകാശത്തിൽ വരും. നമ്മെ ചേർപ്പാനായി അവൻ വരും. മനുഷ്യന് ദൈവം ജനനവും മരണവും ന്യായവിധിയും കർത്താവ് നിയമിച്ച് ആക്കിയിരിക്കുന്നു. ഒരുവൻ ജനിക്കുമ്പോൾ അവനൊരു മരണവും ഉണ്ട്. ഒരുവൻ മരിക്കുമ്പോൾ അവനൊരു ന്യായവിധിയും ഉണ്ട്. ഈ ലോക ജീവിതം ഹ്രസ്വമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. മത്തായി 9:13 നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ അവൻ വിളിക്കുവാനായി വന്നത്. മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വിളിക്കുവാനായിട്ട് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. വെളിപാട് പുസ്തകം 22:17 വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വരിക എന്ന് വിളിക്കുകയാണ്. അതെ, ഇന്ന് നമ്മെ വിളിക്കുകയാണ്, തിരികെ വരുവാനായി വിളിക്കുകയാണ്, പിന്മാറ്റത്തിൽ നിന്ന് തിരികെ വരുവാനായി വിളിക്കുകയാണ്. കാരണം ഒരു ന്യായവിധിയുണ്ട്, അതിൽ ഈ ദൈവം വിശ്വസ്തരായിരിക്കുന്നു. പറയുന്ന ഏത് വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എല്ലാ പ്രവൃത്തികൾക്കും ന്യായവിധിയുണ്ട്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അളവുകോലായി ഒരു ന്യായവിധിയുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. അതിനായി ഒരുങ്ങുവാനത്രേ ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുന്നത്. അതിനായി മറ്റുള്ളവരെ ഒരുക്കുവാനായിട്ടത്രേ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. കുറച്ചു കാലം ജീവിച്ച് മരിച്ച് എങ്ങോ പോകുന്നു എന്ന് അറിയാൻ വയ്യാതെ, കുറച്ച് കരഞ്ഞ് ദുഃഖിച്ച് പ്രത്യാശയില്ലാത്ത ഈ ലോക മനുഷ്യരെ പോലെ അല്ല. There is a judgment and he is faithful in his judgment. അവന്റെ ന്യായവിധിയിൽ അവൻ വിശ്വസ്തൻ ആകുന്നു. എൻ്റെ സഹോദര സഹോദരി, അതുകൊണ്ട് ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവം നമ്മെ എന്തിനായി വിളിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ് 2 തിമോത്തി 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, ദൈവം നമ്മെ വിശുദ്ധ വിളി കൊണ്ട് വിശുദ്ധരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഗലാത്യർ 1:15 ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം 1 തെസ്സലോനിക്കർ 4:7 നാം വിശുദ്ധരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഗലാത്യർ 5:13 നാം സ്വാതന്ത്ര്യത്തിലായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 7:15 നാം സമാധാനത്തിലായിരിക്കാൻ ദൈവം
നമ്മെ വിളിച്ചിരിക്കുന്നു. 2 പത്രോസ് 1:3 നാം ദൈവത്തിൻ്റെ മഹത്വത്താലും വീര്യത്താലും നിറഞ്ഞ് ജീവിപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതേ സഹോദര സഹോദരി, ഒരു ന്യായവിധി ഉണ്ട് എന്നറിഞ്ഞ് ദൈവം നമ്മെ എന്തിനായി വിളിച്ചു എന്ന് അറിഞ്ഞ് ദൈവത്തിൻ്റെ വിളിക്കായി ആ വിളിയിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നിശ്ചയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു വലിയ വിളി, ഇറ്റ്സ് എ ഹൈ കോളിംഗ്. ഫിലിപ്പിയർ 3:14. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഒരു മനുഷ്യൻ ജനിക്കുന്നു, ഒരുവൻ പഠിക്കുന്നു, ജോലി ലഭിക്കുന്നു, വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, റിട്ടയർ ചെയ്യുന്നു, അല്പദിവസം അവൻ വീണ്ടും ജീവിക്കുന്നു, അവൻ മരിക്കുന്നു എന്ന് സാധാരണ ലോക മനുഷ്യരെ പോലെ ലക്ഷ്യം ഇല്ലാത്തവരായി പോകരുത്. ദൈവം നമ്മെ വിളിക്കുക ഒത്തവണ്ണം പഴയതിനെ ഒക്കെ മറന്ന്, പഴയ പരാജയങ്ങളെ മറന്ന്, പഴയ നിരാശയെ മറന്ന്, പഴയ ആകുല ചിന്തകളെ മറന്ന്, പഴയ പൈശാചിക പോരാട്ടങ്ങളെ മറന്ന്, പഴയ ഭാരങ്ങളെ മറന്ന് കർത്താവ് നമ്മെ വിളിച്ച വലിയ വിളിയിലേക്ക്, ഹൈ കോളിംഗ്, പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകർസമയം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മെ മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ വിളിക്ക് ഒത്തവണ്ണം ദൈവത്തിൻ്റെ പർപ്പസിനായി ദൈവത്തിൻ്റെ ഒരു 2 തിമോത്തി 1:9 He has called us according to his purpose. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:14 ദൈവത്തിൻ്റെ കർത്താവിൻ്റെ എറ്റേണൽ ഗ്ലോറിയിലേക്ക്, നിത്യമായ മഹത്വത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. 1 തീമോത്തി 6:12 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ നല്ല പോർ ഞാൻ പൊരുതു, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായിട്ടത്രേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എഫെസ്യർ 4:1-2 വരെയുള്ള വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, വാക്ക് വർത്തി ഓഫ് യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിക്ക് ഒത്തവണ്ണം, നിങ്ങൾ യോഗ്യമാവണ്ണം, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ഇനിയും ശ്രമിക്കുകയും ചെയ്യുവിൻ. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. വിളിക്ക് ഒത്തവണ്ണം ദീർഘക്ഷമയോട് സൗമ്യതയോടെ നിങ്ങൾ വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോട് അന്യോന്യം ക്ഷമിച്ച് പുറത്ത് ആത്മാവിൻ്റെ ഐക്യത കാത്ത് നിങ്ങൾ സമാധാന ബന്ധത്തിൽ ഈ വിളിയിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. 2 പത്രോസ് 1:10-11 വരെയുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ ശ്രമിപ്പിൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിത്യരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. ഓരോ സഹോദരനും ഓരോ സഹോദരിയും ദൈവം ഓരോ പർപ്പസിനായി വിളിച്ചിരിക്കുന്നു. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പദ്ധതി പ്രകാരമാണ്, ഒരു പർപ്പസിനായിട്ടാണ്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മുടെ തലമുറകളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പദ്ധതിയോടെ ആകുന്നു. അതുകൊണ്ട് നമ്മുടെ വിളിയെ അറിയുവൻ, തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കുവൻ, അതിനെ മനസ്സിലാക്കി അതിനെ ഉറപ്പാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവൻ. നമ്മുടെ വിളിയിലും തിരഞ്ഞെടുപ്പിലും നമുക്ക് മുൻപിലേക്ക് പോകുവാൻ കഴിയുന്നുവെങ്കിൽ നാം നിത്യജീവന് അവകാശികൾ ആയി തീരും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എഫേസ്യർ 4:17-19 വരെ ഈ ലോക മനുഷ്യർ നടക്കുന്നത് പോലെ നടക്കരുത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ലോക മനുഷ്യർ നടക്കുന്ന പോലെ നടക്കരുത്. ഡിനോമിനേഷൻസ് പറയുന്ന പോലെ നടക്കരുത്. മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ നടക്കരുത്. ലോക മനുഷ്യരെ പോലെ അല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുവൻ. ഒരുപക്ഷെ നാം ബുദ്ധിയില്ലാത്തവരോ, ഒരുപക്ഷെ കഴിവില്ലാത്തവരോ, ഒരുപക്ഷെ പ്രാപ്തിയില്ലാത്തവരോ ആകുന്നു എങ്കിലും ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാൽ 1 കൊരിന്ത്യർ 1:26 വേദപുസ്തകം പറയുന്നു, ലോകപ്രകാരം ജ്ഞാനികളായവരെ അല്ല ദൈവം വിളിച്ചത്,
ലോകപ്രകാരം ഒരുപക്ഷെ നിങ്ങൾ ജ്ഞാനമുള്ള ആളെന്ന് നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് ഞാൻ ബുദ്ധിയോടെ സ്ട്രാറ്റജിക്കായി തന്ത്രപരമായി ഞാൻ ജീവിക്കട്ടെ എന്ന് വിചാരിക്കാം. എന്നാൽ ഈ ലോകത്തിലുള്ള ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനായി ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളവരെ ലജ്ജിപ്പിക്കുവാനായി ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്ന് മറന്നു പോകരുത്. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മനസ്സിലായെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് കടന്നു വന്നതിന്റെ പങ്കാളികളായ സഹോദരങ്ങളെ, ആസ് പാർട്ട്നേഴ്സ് ഓഫ് ഹോപ്പ് ഇൻ ജീസസ്, നിങ്ങൾ ലോകപ്രകാരം ജ്ഞാനമില്ലാത്തവരാകാം, ലോകപ്രകാരം ബലമില്ലാത്തവരാകാം, ലോകപ്രകാരം ബുദ്ധിയില്ലാത്തവരാകാം. സാരമില്ല. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ജ്ഞാനമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളവരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായവരെ തിരഞ്ഞെടുത്തു. ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മൾ വിളിച്ചത്, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വിളിച്ചത്, ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് വിളിച്ചത്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ വിളിച്ചത്, പിന്മാറ്റത്തിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചത്, പരാജയത്തിൽ നിന്ന് വലിയ ജയത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും ആകുന്നു. ഹല്ലേലൂയ. നാം പ്രത്യേകതയുള്ള ഒരു ജനമാകുന്നു. മനസ്സിലായെങ്കിൽ കരമടിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം സാധാരണ ലോക മനുഷ്യരല്ല, നാം സാധാരണക്കാരല്ല. കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനായി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം വംശം, വിശുദ്ധ വംശം ആകുന്നു. ധൈര്യപ്പെടുവിൻ. അതുകൊണ്ട് നമുക്ക് ഈ വിശ്വസ്തനായ ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. ഈ വിശ്വസ്തനായ ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. മത്തായി 25:21 നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. നീ 10 പട്ടണങ്ങൾക്ക് നീ യജമാനനായിരിക്കാം. നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. കുറച്ചു കാലം വിശ്വസ്തരായിരുന്നാ മതിയോ? ഇല്ല. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. till your death, till you leave this world. വിശ്വസ്തരായിരിക്കുക. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക. ദൈവം നിങ്ങളെ വിളിച്ചു. വിശ്വസ്തനായ ദൈവം നമ്മെ വിളിച്ചു. നിങ്ങളെ വിളിച്ചത് വിളിച്ചവനെ ഘോഷിപ്പാനാണ്. വിളിച്ചത് ദൈവത്തിന്റെ പദ്ധതിയിലാണ്. വിളിച്ചത് ദൈവം നിങ്ങൾക്കൊരു ടാർഗറ്റ്, ഒരു ലക്ഷ്യം തന്നിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ വലിയത് വലിയത് ദൈവം ഏൽപ്പിക്കും. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അനേകരെ ഞാൻ നോക്കുമ്പോൾ, ചെറിയവരെ, വലിയ ജ്ഞാനവും ബുദ്ധിയും ഇല്ലാത്തവരെ, അധികം കഴിവുകളില്ലാത്തവരെ, ജീവിതത്തിൽ ലോക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായപ്പോൾ അവരെ അധികത്തിൽ വിചാരകരാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും പറയുവാനായിട്ടില്ല. കർത്താവേ, എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണം. മേക്ക് മീ ഫെയ്ത്ത്ഫുൾ ലോർഡ്. ഞാൻ പലപ്പോഴും പരാജയപ്പെടുന്നു, പലപ്പോഴും ഞാൻ തളരുന്നു, പലപ്പോഴും ഞാൻ നിരാശപ്പെട്ടു പോകുന്നു. എനിക്ക് പലപ്പോഴും വിശ്വസ്തനായിരിക്കാൻ കഴിയുന്നില്ല. എന്നെ വിശ്വസ്തനാക്കണം. എന്നെ മരണപര്യന്തം ആക്കണം. ഞാൻ ജീവകിരീടം പ്രാപിക്കട്ടെ. കർത്താവ് നമ്മെ വിളിച്ചത് 1 കൊരിന്ത്യർ 1:9 കർത്താവായ യേശു ക്രിസ്തുവുമായി കൂട്ടായ്മയിലായിരിക്കാനാണ്. 2 കൊരിന്ത്യർ 13:14 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കാൻ വേദപുസ്തകം പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, കേൾക്കുന്ന സഹോദരി, ഞാൻ പല ജീവിതങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ അല്ല എങ്കിൽ നാം പരാജയപ്പെടും, നാം തളർന്നു പോകും, നാം നിരാശപ്പെടും. നമുക്ക് വിശ്വസ്തരാകുവാൻ പലപ്പോഴും നമുക്ക് കഴിയുകയില്ല. പലരും വീണുപോയവരെ നോക്കുമ്പോൾ, തളർന്നു പോയവരെ നോക്കുമ്പോൾ, പരാജയപ്പെട്ടവരെ നോക്കുമ്പോൾ, അയ്യോ അവരെന്ത് നല്ലവരായിരുന്നു,
നല്ല മനുഷ്യരായിരുന്നു, നല്ല സ്നേഹമായിരുന്നു, കൂടെ നിൽക്കുന്നവരായിരുന്നു, സഹായിക്കുന്നവരായിരുന്നു, സാമ്പത്തികമായി തരുവാൻ കഴിവുള്ളവരായിരുന്നു. പക്ഷെ ഇന്നവർ വീണുപോയത്, അവർ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലായിരിക്കാൻ അവരെ വിളിച്ചു എങ്കിലും അവർ മനുഷ്യരുടെ കൂട്ടായ്മയിൽ അവരായിപ്പോയി. ദൈവം നമ്മെ മനുഷ്യരുടെ കൂട്ടായ്മയിൽ നിന്ന് വിടുവിച്ച്, അവൻ ഈ ലോകത്തിലെ മനുഷ്യരുടെ കൂട്ടായ്മയിൽ നിന്ന് വിടുവിച്ച് സ്വന്തം പുത്രനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ആക്കിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയിലായിരിക്കാൻ അത്രേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ കൂട്ടുകെട്ടിലല്ല, ഒരു മനുഷ്യന്റെ കൂട്ടായ്മയിലല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ വിശ്വസ്തതയാൽ നിറയ്ക്കും. വീണ്ടും വേദപുസ്തകത്തിൽ നാം പഠിച്ചാൽ, വായിച്ചാൽ, പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലുള്ള വിശ്വാസവീരന്മാരെ വായിച്ചാൽ, ആര് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂട്ടായ്മയിലായിരുന്നോ അവർ വിശ്വാസമുള്ളവരായിരുന്നു. അവർ വിശ്വാസമുള്ളവരായിരുന്നത് കൊണ്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവം പറയുന്നത് ചെയ്യുവാൻ വിശ്വസ്തനെന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവർ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അവർക്ക് നടക്കുവാൻ, ദൈവത്തിനോട് അവർക്ക് വിശ്വസ്തതയോടെ ആയിരിക്കാൻ ദൈവം അവരെ സഹായിച്ചതായി കാണുവാനായിട്ട് കഴിയും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവൻ്റെ നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് ദൈവം പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചതുകൊണ്ട് അവൻ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സകല കാര്യങ്ങളിലും അവൻ വിശ്വസ്തനായിരുന്നു. മോശ ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ കൊട്ടാരം വിട്ട് ഇറങ്ങി വന്നു. കൈ നീട്ട എന്ന് പറഞ്ഞപ്പോൾ കൈ നീട്ടി, ചെങ്കടൽ രണ്ടായി, വിശ്വാസത്തിൽ ജ്വലിച്ചു നിന്നു. അവൻ ദൈവഭവനത്തിൽ വിശ്വസ്തരായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾക്ക് വിശ്വസ്തരാകണമെങ്കിൽ ഷുഡ് ഹാവ് ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസവും വിശ്വസ്തതയും തമ്മിൽ ലിങ്ക്ഡ് ആകുന്നു. നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിക്കുമ്പോൾ, കൃപാവരം വിശ്വാസം, ആത്മാവിൻ്റെ ഫലം ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വാസം, വിശ്വസ്തത. വിശ്വാസമില്ലാത്ത ആളിന് വിശ്വസ്തനാകാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലല്ലാത്തവന് വിശ്വാസമുള്ളവനായിരിക്കാനും വിശ്വസ്തനായിരിക്കാനും കഴിയുകയില്ല. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് നിലവിളിക്കാം, യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഫിലിപ്പിയർ 4:13 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം അതേ ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. I can do all things because the spirit of Christ is in me. അതേ എനിക്ക് വിശ്വസിപ്പാൻ കഴിയും, എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയും. കഷ്ടതയോ വാളോ പട്ടിണിയോ സങ്കടമോ ഒന്നും എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ. Our God is a faithful God. Thank you Lord Jesus. വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വിളിച്ചത് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, വിളിച്ചത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ, വിളിച്ചത് അവൻ്റെ പദ്ധതിയിലായിരിക്കാൻ. താങ്ക് യു ലോർഡ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രതപ്പെട്ട് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ചില നിമിഷങ്ങൾ നാം പ്രാർത്ഥിപ്പാൻ. Thank you, Jesus. Thank you, Lord Jesus. Thank you, Holy Spirit. Thank you, Jesus. Oh Father, thank you Lord. നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് ദൈവത്തിൻ്റെ സമയമാണ്, ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. ഇത് നിങ്ങളും ദൈവമായുള്ള സമർപ്പണത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞ ചില വചനങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നത്, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ജോലിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ഏകദേശം 14 വർഷം കഴിയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ദൈവം എന്തുമാത്രം വിശ്വസ്തനായി എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അവൻ വിശ്വസ്തനായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരിക്കൽ കൂടി 24 വർഷം കഴിഞ്ഞ് 25-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സാക്ഷിയായി പറയുവാനായിട്ട് കഴിയും. ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ഈ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തനാകുവാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയുമോ? കർത്താവേ, എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലാക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുപ്പാനായിട്ട് കഴിയുമോ? ശത്രുവാകുന്ന പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എങ്കിൽ ഇന്ന് നമുക്ക് ഹല്ലേലൂയ പിശാചിനോട് പറയുവാനായിട്ട് കഴിയുമോ? നീ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, ഇതുവരെ എന്നെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു, പലതും എൻ്റെ ജീവിതത്തിൽ നീ മോഷ്ടിച്ചു, പലതും അറുത്തു മുടിച്ചു കൊന്നു. എന്നാൽ ഞാൻ ഹല്ലേലൂയ നിന്റെ രാജ്യത്തിൽ നിന്ന് അനേകരെ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനായി ഞാൻ സുവിശേഷം പ്രസംഗിപ്പാൻ പോകുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ ആകുവാൻ പോകുകയാണ്. ഞാനും എൻ്റെ തലമുറയും ദൈവരാജ്യത്തിനായി വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ ഗവണം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കി നീ എന്നെ ഭാരപ്പെടുത്തിയെങ്കിൽ നിന്റെ ഹല്ലേലൂയ സകല പദ്ധതികളെ തകർക്കുന്ന ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ പോകുകയാണ്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിലലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിലലഞ്ഞു ഞാൻ അലയാനിട. വഴികയിൽ അവനെന്നെ തിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയിൽ അവനെന്നെ തിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ആമേൻ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടുമവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാടി വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്നെ അരികിലുണ്ട്. മറന്നിടാടി വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനില്ല. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ അലഞ്ഞു ഞാൻ വരികയിൽ അവനെന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയിൽ അവനെന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ആമേൻ. മറവിടമാം എനിക്കേശുവുണ്ട്, മറച്ചിടുമവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എന്നെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ യേശു നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ യേശു നല്ല മാതൃക, യേശു നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിത ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിടുന്നു. ആനന്ദ ജീവിത വഴിയിലെന്നെ അനുഗ്രഹമായി എന്നെ. കരങ്ങൾ ഉയർത്തി. ആമേൻ. മറവിടമാം മറന്നിടാതെ
എന്റെ അരികിലുണ്ട്. പലവിധമാ എതിരുകള് പാതയിലടിക്കടി ഉയർന്നിടുമ്പോൾ, പലവിധമാ എതിരുകള് പാതയിലടിക്കടി ഉയർന്നിടുമ്പോൾ, പാലിക്കും പരിചോടെ പരമനന്റെ പതരാതെ നിൽക്കുവാൻ ബലം തരുന്നു. പാലിക്കും പരിചോടെ പരമനന്റെ പതരാതെ നിൽക്കുവാൻ മറവിടമാറ്റപ്പോൾ എനിക്കേശുവുണ്ട്. മറച്ചിടും അവൻ എന്റെ ചിറകടിയിൽ. മറന്നിടാതെ കരുതിടുവാൻ മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. He has called us according to his purpose. And it is a high calling. പ്രാർത്ഥിക്കാം, സംസാരിക്കേണ്ട സമയമല്ല, പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു വലിയ പദ്ധതി പ്രകാരം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. വിശുദ്ധ ഓഹരിക്കാരാകുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നിത്യജീവൻ അവകാശികളായി തീരുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഓ, വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. പാപങ്ങൾ ക്ഷമിക്കുന്നതിൽ വിശ്വസ്തനാകുന്നു. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്ക് അങ്ങയെ സ്നേഹിപ്പാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് തിരികെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് അങ്ങ് വിശ്വസ്തനായിരുന്നിട്ടും എനിക്ക് വിശ്വസ്തനായിരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വാസത്താൽ നിറയ്ക്കണമേ. പുത്രനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലായിരിക്കാൻ എന്നെ സഹായിക്കണമേ. വിളിച്ചവൻ വിശ്വസ്തൻ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. ഓ, എന്നാൽ നിനക്ക് ജീവകിരീടം ലഭിക്കും. ഓ, താങ്ക് യു ലോർഡ്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ഓ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ദൈവം നമ്മെ വിളിച്ചത് ഈ സുവിശേഷം പറയുവാനാണ്, ഈ യേശുവിനെ കുറിച്ച് പറയുവാനാണ്, ഒഴിവുകഴിവില്ലാതെ പറയുവാനാണ്, തടസ്സങ്ങളെ അതിജീവിച്ച് പറയുവാനാണ്. നിങ്ങൾ സ്വന്തമായി ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിൽ, സ്വന്തമായി വിശുദ്ധരായിരിക്കാൻ ശ്രമിച്ചു, സ്വന്തമായി അവൻ്റെ വിളിയിൽ ആയിരിക്കാൻ ശ്രമിച്ചു, എന്നാൽ പരാജയപ്പെട്ടു പോയെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക് ആയിരിക്കാനായി ആത്മാവ് നമ്മെ വിളിക്കുന്നു. യേശു നമ്മെ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എന്നെ വിശുദ്ധനാക്കണം, എന്നെ വിശ്വസ്തനാക്കണം, എന്നെ വിശ്വസ്തനാക്കണം, എൻ്റെ വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തെ കർത്താവേ, എനിക്ക് പകരമായിട്ടൊന്നും തരാനായിട്ടില്ല. അങ്ങ് വിശ്വസ്തനാണല്ലോ. അങ്ങ് ഇത്രത്തോളം സഹായിച്ചല്ലോ, ഇത്രത്തോളം സ്നേഹിച്ചല്ലോ, ഇത്രത്തോളം നടത്തിയല്ലോ, ഇത്രത്തോളം ഉയർത്തിയല്ലോ, ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, എൻ്റെ തലമുറകളെ അനുഗ്രഹിച്ചല്ലോ. അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രണ്ട് കരങ്ങളും ഉയർത്തി നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Come on. Thank you Lord. Thank you Holy Spirit. പരിശുദ്ധാത്മാവേ, വരിക, ഇപ്പോൾ വരിക. നന്ദി കർത്താവേ, നന്ദി 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 നന്ദിയോട് നന്ദിയോട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു. ഹോളി സ്പിരിറ്റ് കം. പരിശുദ്ധാത്മാവേ, വരിക. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ അങ്ങയുടെ കൂട്ടായ്മയിലായിരിക്കട്ടെ. ലെറ്റ് മീ ബി ഇൻ യുവർ ഫെലോഷിപ്പ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ലെറ്റ് ദ സൂപ്പർ നാച്ചുറൽ ഹാപ്പൻ. അല്പത്തിൽ വിശ്വസ്തന് അധികത്തിൽ വിചാരകനാക്കുന്ന സമയമാണ്. അല്പത്തിൽ വിശ്വസ്തര്, അല്പത്തിൽ വിശ്വസ്തര്, അല്പത്തിൽ വിശ്വസ്തര് അധികത്തിൽ വിചാരകരാക്കുന്ന സമയമാണ്. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. പ്രാർത്ഥിക്കാം. താങ്ക് യു, താങ്ക് യു പരിശുദ്ധാത്മാവേ.
ആത്മാവേ ഇപ്പോൾ എന്നെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ ഇപ്പോൾ ജനത്തിന്റെ മേൽ അങ്ങ് വന്ന് പതിക്കണമേ. ഇപ്പോൾ നിറയ്ക്കണമേ. ഇപ്പോൾ തീരുമാനമെടുത്തവര്, അല്പത്തിൽ വിശ്വസ്തര്, അധികത്തിൽ വിചാരകരാക്കണമേ. ഓ ദൈവത്തിന്റെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം ഘോഷിപ്പാൻ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഉള്ള അഭിഷേകത്താൽ നിറയ്ക്കണമേ. വിശ്വാസത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകരണമേ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. നന്ദിയോട് സ്തോത്രം. വിശുദ്ധരാക്കണം, വിശ്വസ്തരാക്കണം, വിശ്വസ്തരാക്കണം. ഞങ്ങളെ വിശ്വസ്തരാക്കണം. അങ്ങനെ വിളിക്ക് ഒത്തവണ് അതേ പരമവഴിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങളെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയായവരായി തീരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കുക. ഇപ്പോൾ നാഥ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു പ്രകൃത്യാതീതമായ രൂപാന്തരം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ തലമുറയായി അതേ അങ്ങ് വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ജീവിതങ്ങളിൽ അടക്കി വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജീവിതങ്ങളെ വിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വരട്ടെ. എല്ലാ ദുഷ്ടാത്മ ശക്തികളും, എല്ലാ തടസ്സം നിൽക്കുന്ന പൈശാചിക ശക്തികളും, എല്ലാ വാദിച്ച് അവകാശം പറയുന്ന ദുരാത്മ ശക്തികളും, എല്ലാ പാപത്തിന്റെ സ്വഭാവങ്ങളും യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തകർന്നു മാറി പോകട്ടെ. People be set free. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സമാധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നന്ദി കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നൽകിയിരിക്കുന്ന സമാധാനത്തിനായി, അവിടെ നൽകിയിരിക്കുന്ന സ്വസ്ഥതയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഞങ്ങളെ ഇനിയും വിശ്വസ്തരായിരിക്കാൻ അതേ സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കാൻ അങ്ങനെ വിളിക്കൊത്തവണ് മുമ്പിലേക്ക് പോകുവാൻ, പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ മക്കളെ സഹായിക്കണം. അങ്ങയുടെ ദയ 1000 തലമുറയോളം ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണം. ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണം. അഭിഷേകം ചെയ്യണം. കൃപാവരങ്ങൾ നിറയ്ക്കണം. വിശ്വാസത്താൽ നിറയ്ക്കണം. അഭിഷേകത്താൽ നിറയ്ക്കണം. ചിലവരൊക്കെ ദൈവത്തിന്റെ വേലയ്ക്കായി അവിടെ നിന്ന് വിളിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. ചിലവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവവേലയിൽ പിന്മാറിപ്പോയവര് അവിടെ നിന്ന് വീണ്ടും യഥാസ്ഥാനപ്പെടുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഓ താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ വേലയിൽ നിന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറിപ്പോയ ചില ജീവിതങ്ങൾ ഇന്ന് യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഓ താങ്ക് യു ലോർഡ്. റെസ്റ്റോറേഷൻ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ജീവിതങ്ങളിൽ ചെയ്യുകയാണ്. നന്ദി കർത്താവേ. നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുന്നു. നന്ദി കർത്താവേ. ഓ വി താങ്ക് യു. ഓ വി പ്രൈസ് യു. ഓ വി ഗിവ് യു ഗ്ലോറി. ഹോളി സ്പിരിറ്റ് fall upon your people. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. സമാധാനത്തിലും സന്തോഷത്തിലും ആത്മാവിന്റെ ഐക്യതയിലും ദൈവത്തിന്റെ ജനം ജീവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഈ സുവിശേഷം ഘോഷിക്കട്ടെ. ജനത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കട്ടെ. വരുവാനുള്ള കർത്താവേ, നിത്യ രാജ്യത്തിനായി, നിത്യ ജീവന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങട്ടെ. മറ്റുള്ളവരെ ഒരുങ്ങട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ അത് സംഭവിക്കട്ടെ. നന്ദി കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില രോഗ ആത്മാക്കള് യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറാത്ത ചില അലർജി രോഗങ്ങൾ ഇപ്പോൾ യേശു പുറത്താക്കുകയാണ്. ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അലർജികൾ മാറിപ്പോകുന്നു. തൊലിപ്പുറത്തുള്ള ചില രോഗങ്ങൾ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക. താങ്ക് യു ലോർഡ്. വളഞ്ഞിരിക്കുന്ന ചില അസ്ഥികൾ, ഒടിഞ്ഞിരിക്കുന്ന ചില അസ്ഥികൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അവന്റെ മുറിവുകളിൽ നിന്നുള്ള ചില സൗഖ്യം ഇപ്പോൾ ശരീരങ്ങളിൽ വ്യാപരിച്ച് ഇപ്പോൾ അസ്ഥികൾ ഒന്നായി തീരുകയാണ്. വളഞ്ഞത് ചൊവ്വുള്ളതായി തീരുകയാണ്. ഓ രാത്രിയിൽ ചില ഭയപ്പെടുത്തുന്ന ചില അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ, ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകർന്ന് മാറിപ്പോകുന്നു. രാത്രിയിലെ ഭയങ്ങൾ മാറിപ്പോകുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദുഷ്ടന്റെ തീയമ്പുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിന് മേലായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. യേശു നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മാറിപ്പോകുന്നു. പൈശാചിക ശക്തികൾ, താങ്ക് യു ലോർഡ്. പാപത്തിന്റെ സ്വഭാവങ്ങൾ, മദ്യപാനത്തിന്റെ ആസക്തികൾ, ആത്മീയമായ കുരുടായിരിക്കുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. ഇപ്പോൾ മാറിപ്പോകുന്നു. Thank you Lord. ഞാൻ എൻ്റെ ജീവിതത്തെ ഇന്ന് യേശുവിനായിട്ട് സമർപ്പിക്കുകയാണ്. യേശുവിനായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട്, പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിക്കാം. താങ്ക് യു ജീസസ്. എൻ്റെ ജീവിതത്തെ ഈ വിശ്വസ്തനായ ദൈവത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്
എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ, ഒരിക്കലും ഒരു പക്ഷേ നിങ്ങൾ ദൈവവേല ചെയ്യുന്ന ആളാകാം, ഒരു പക്ഷേ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളാകാം. എന്നാൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ വിശ്വസ്തനല്ല, ഇന്ന് കർത്താവ് ഞാൻ പൂർണ്ണമായി നിങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വലത് കരം ഉയർത്തിപ്പിടിക്കാം. അങ്ങനെ കരം ഉയർത്തിയവർക്ക് മുമ്പിലേക്ക് വരാം. പ്ലീസ് കം ഫോർവേഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വിളിച്ചിടുന്നു ആശ്വാസമരുളാൻ, വിളിച്ചിടുന്നു കണ്ണീർ തുടയ്ക്കാൻ, അമ്മയെ പോൽ മാറോട് ചേർക്കാൻ വിളിച്ചിടുന്നു. Thank you Jesus, thank you Jesus, thank you Holy Spirit. ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്, ദൈവവചനത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുകയാണ്, ദൈവ വിളിക്കായി പൂർണ്ണമായി സമർപ്പിക്കുകയാണ്, ദൈവ ശബ്ദത്തിനായി ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്, വിശുദ്ധ വിളിക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ പദ്ധതിക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. I submit myself. യേശു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസമരുളാൻ, വിളിച്ചിടുന്നു കണ്ണീർ തുടയ്ക്കാൻ, അമ്മയെ പോൽ മാറോട് ചേർപ്പാൻ വിളിച്ചിടുന്നു. കണ്ണീർ തുടയ്ക്കാൻ, അമ്മയെ പോൽ മാറോട് ചേർപ്പാൻ വിളിച്ചിടുന്നു. യേശു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസമരുളാൻ, വിളിച്ചിടുന്നു